ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നജില ഷാൻ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. നജില കുറെ വിവാഹമൊക്കെ കഴിച്ച് വിവാഹത്തിലായ ഒരു വ്യക്തിയാണ് നജില എന്ന് പറയുന്നത്. അപ്പൊ നജില ആദ്യം 3-4 വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആദ്യത്തെ ഏതൊക്കെയോ ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചു പോകുന്നു. ചില ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചു പോയ ശേഷം മതം മാറി വേറെ വിവാഹം കഴിച്ച് പിന്നെ എന്തോ തൂങ്ങി മരിച്ച്, അങ്ങനെയൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ജീവിതമാണ് ഈ നജില എന്ന് പറയുന്ന വ്യക്തിയുടെ. നജിലയ്ക്ക് കുറെ കുട്ടികളും ഉണ്ട്. 3-4 കുട്ടികൾ, 3 കുട്ടികൾ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ വീണ്ടും പ്രഗ്നന്റ് ആണ്. ഈ 3 കുട്ടികളും ഉണ്ടായിരിക്കുന്ന സമയത്ത്, നേരത്തെ വിവാഹം കഴിഞ്ഞ സമയത്ത് അതൊക്കെ ഉപേക്ഷിച്ച ശേഷമാണ് നജില ഈ ഷാൻ എന്ന് പറയുന്ന വ്യക്തിയെ വിവാഹം കഴിക്കുന്നത്. കുറച്ചായിട്ടേ ഉള്ളൂ, 5-6 മാസം മുൻപാണ് ഈ ഷാൻ നജിലയുടെ ജീവിതത്തിലേക്ക് വരുന്നത്. നജില ഇതിനു മുൻപ് വീടൊന്നുമില്ലാതെ വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പലരും സഹായിച്ചിട്ടാണ് നജില ഒരു നല്ല വീടൊക്കെ വെച്ച് കുട്ടികളൊക്കെ ആയിട്ട് സമാധാനമായിട്ട് അതിൽ ജീവിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ ഷാനുമായിട്ട് ബന്ധം ഉണ്ടാവുന്നത്. ഷാനിനെ വിവാഹം കഴിച്ചത് ഭയങ്കര വിവാദമായിരുന്നു. കാരണം ഷാന് ആയിട്ട് നജിലയ്ക്ക് എന്തോ റിലേഷൻ ഉണ്ടാവുന്നു, വീട്ടിലെന്തോ വെച്ചിട്ട് ആരോ അത് കാണുന്നു. അങ്ങനെ ആ ഒരു മോശം സന്ദർഭത്തിലാണ് നജിലയെ ഷാൻ വിവാഹം കഴിക്കുന്നത് എന്നൊക്കെ അന്ന് ഭയങ്കര വിവാദം ഉണ്ടായിരുന്നു. പലരും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നജിലയുടെ ഉമ്മ തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. കാരണം അവർക്ക് ആർക്കും വിവാഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഷാൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് വളരെ മോശം അഭിപ്രായമായിരുന്നു അന്നുണ്ടായിരുന്നത്. മഹാകുടിയനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു, ഒരു വധശ്രമ കേസ് അല്ല, ഒരു കൊലപാതക കേസുള്ള വ്യക്തിയായിരുന്നു എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അതൊന്നും കേൾക്കാതെ അതെല്ലാം ന്യായീകരിച്ച് ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നജില ഈ ഷാനിനെ വിവാഹം കഴിച്ചിട്ട് വീഡിയോകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അന്ന് എല്ലാവരും കമന്റിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഇയാൾ മഹാകുടിയനാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല. ഈ നജിലയുടെ കുട്ടികളുടെ സേഫ്റ്റി വളരെ പ്രധാനമാണ്. അപ്പൊ എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിന്തിച്ച് ചെയ്യണം എന്നുള്ള ഒരുപാട് ഉപദേശങ്ങൾ അവരുടെ കമന്റ് ബോക്സിൽ ഉണ്ടായിരുന്നു. അതിനൊക്കെ അവർ പുല്ല് വിലയായിരുന്നു കൊടുത്തിരുന്നത്. ഷാൻ എന്തോ നല്ല മനുഷ്യനാണ്, ഷാനിന്റെ കുടിയെല്ലാം ഞാൻ നിർത്തി, സ്നേഹിച്ച നിർത്താത്തതായിട്ട് ഒന്നുമില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള വെറും മണ്ടത്തരങ്ങളായിരുന്നു ഈ നജില ചാനലിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ പിന്നീട് ഷാന്റെ യഥാർത്ഥ സ്വഭാവമൊക്കെ പുറത്ത് കാണിക്കാൻ തുടങ്ങി. ഷാന് വീണ്ടും കുടിക്കാൻ തുടങ്ങി, ഇടയ്ക്ക് തെറ്റിപ്പോവാൻ തുടങ്ങി, വീണ്ടും വന്ന് ഇണങ്ങാൻ തുടങ്ങി. ഇപ്പോ ഇന്നലെ ഷാന് ഇവർക്കുള്ള വേറെ ചാനലുണ്ട്, ചെറിയൊരു ചാനലുണ്ട്. ആ ചാനലിലൂടെ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ഷാൻ കുടിച്ച് യാതൊരു സ്വബോധവും ഇല്ലാതെ വളരെ മോശമായ രീതിയിൽ നജിലയാണെങ്കിലും നജിലയുടെ ഉമ്മയാണെങ്കിലും അയാൾക്ക് പരിചയമുള്ള സ്ത്രീകളെ ആണെങ്കിലും ഈ സമൂഹത്തിലുള്ള സ്ത്രീകളെ ആണെങ്കിലും വളരെ മോശമായ തെറി ഭാഷയിൽ സംസാരിച്ചുകൊണ്ട്, അവരെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള തെറികൾ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അത്രയും ഒരു വൾഗറായിട്ടുള്ള രീതിയിലുള്ള സംസാരമായിട്ടാണ് ഷാന ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സത്യത്തിൽ ഈ ലൈവ് ഇത് ആരും പരാതി പറഞ്ഞില്ലെങ്കിലും സ്വമേധയാ കേസെടുക്കേണ്ട ഒരു വിഷയമാണ് ആ ലൈവ് എന്ന് പറയുന്നത്. ഇതിനു മുൻപ് തന്നെ നജില, അതിന്റെ 2 ദിവസം മുന്നേ നജില വീഡിയോ ആയിട്ട് വന്നിരുന്നു. ഷാനു ഭയങ്കര ഉപദ്രവമാണ്, രാത്രി എപ്പോഴെങ്കിലും കള്ളു ഒടിച്ചു വരും, എന്നിട്ട് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും, നിലത്തൊക്കെ ഇട്ടിട്ട് ചവിട്ടും. ഈ നജില എന്ന് പറയുന്ന വ്യക്തി ഗർഭിണിയാണ്. അപ്പോൾ ഇട്ട് ചവിട്ടും. കുട്ടികളെല്ലാരും കൂടെ കരഞ്ഞിട്ട് വാപ്പ ഉപദ്രവിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് ഉമ്മാനെ ഉപദ്രവിക്കില്ലേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കും. അപ്പോൾ കുട്ടികൾക്കും ഉപദ്രവം ഏൽക്കേണ്ടി വരുന്നുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ ഈ നജില വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഒരു ശിശുക്ഷേമ സമിതിയോ ഈ കുട്ടികളെ കുറിച്ച് അല്ലെങ്കിൽ ബാലാവകാശ കമ്മീഷനോ ഇതൊന്നും അന്വേഷിക്കാൻ വേണ്ട ആരും ഇല്ലേന്ന് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തോന്നിപ്പോകും. അപ്പൊ ഷാൻ തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട്, ഈ നജില കുടിച്ചിട്ട് യാതൊരു ബോധവും ഇല്ല. അപ്പോഴാണ് പറയുന്നത് നജില ഇങ്ങനെ കുട്ടികളെ ഉപദ്രവിച്ചു എന്ന് പറയുന്നുണ്ട്. ഞാൻ എന്റെ കുട്ടികളെ ഉപദ്രവിക്കാറേ ഇല്ല. ഈ പറയുന്ന ഷാന്റെ കുട്ടികളൊന്നല്ല, നജിലയ്ക്ക് മുൻപുള്ള ബന്ധങ്ങളിൽ ഉണ്ടായിട്ടുള്ള കുട്ടികളാണിത്. ഈ കുട്ടികളെ ഞാൻ ഉപദ്രവിക്കാറേ ഇല്ല. ഒരു ദിവസം ഞാൻ മോളോട് ഒരു പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടീനെയൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. പാവം, ഒരു നല്ല കുട്ടി. ആ കുട്ടിയൊക്കെ ഇത്രയും ഒരു ചെറുപ്പത്തിൽ ഇത്രയും ട്രോമ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് കാരണക്കാരിയായിട്ട് നമുക്ക് ആ കുട്ടിയുടെ അമ്മ ഈ നജിലേനെ മാത്രമാണ് പറയാനുള്ളതെന്നാണ്. ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ യാതൊരു സ്വന്തം താല്പര്യത്തിനും ഇഷ്ടത്തിനും വേണ്ടി മാത്രം ഒരു ബന്ധം തിരഞ്ഞെടുക്കുമ്പോൾ കുട്ടികളെയൊക്കെ ഇത് ബാധിക്കുമോ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ലേ. അപ്പൊ ഈ ഷാന് ലൈവില് പറയുന്ന കാര്യം, ഞാൻ ഈ കുട്ടികളെ ഉപദ്രവിക്കാറേ ഇല്ല. ഒരു ദിവസം എനിക്ക് മോളോട് ഞാൻ പറഞ്ഞു തണുത്ത വെള്ളം കൊണ്ടുതരണം എന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടി പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ആണ് എനിക്ക് കൊണ്ടു തന്നത്. അപ്പൊ ഞാൻ ആ ദേഷ്യത്തിന് ആ വെള്ളം എടുത്തിട്ട് ആ കുട്ടിയുടെ ചെവിന്റെ ഉള്ളിൽ ഒഴിച്ചു. ഇതാണ് ഷാന ആ വീഡിയോയിലൂടെ പറയുന്നത്. എത്ര ഒരു ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള മനുഷ്യനാണെന്ന് ആലോചിച്ച് നോക്കണം. ഇതിനു മുൻപ് ഈ കുട്ടിക്ക് ചെവിക്ക് എന്തോ കംപ്ലൈന്റ് ആണ്, ഡോക്ടറെ കാണാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് നജില വീഡിയോ ചെയ്തിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഈ വ്യക്തി ഉപദ്രവിച്ചിട്ടാണ്, വെള്ളം എടുത്തിട്ട് ആ കുട്ടിയുടെ ചെവിയിൽ ഒഴിച്ചിട്ടാണ്. ആ കുട്ടിക്ക് ഈ ചെവി കേൾക്കാതെ ആയാലും ചെവിക്ക് അപകടം സംഭവിച്ചാല് ഇതിനൊക്കെ ആര് സമാധാനം പറയുന്നുള്ളതാണ്. അത്രയും ഒരു കുട്ടിയെ ഉപദ്രവിക്കുന്ന ഒരാളാണെങ്കിൽ അന്നേ അയാളെ ഒഴിവാക്കണ്ടല്ലേ. നമ്മൾ എത്രയോ കേസുകൾ കേൾക്കുന്നുണ്ട്. രണ്ടാനച്ഛന്റെ പീഡനം, രണ്ടാനച്ഛനെ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ തീ പൊള്ളിച്ചു, അടിച്ചു,
എത്രയോ കേസുകൾ രണ്ടാനമ്മമാർ ഉപദ്രവിച്ചു, ഇങ്ങനത്തെ ഒക്കെ കേൾക്കുന്നതാണ്. അപ്പൊ ഇത്രയും മോശമായിട്ടുള്ള ക്രിമിനൽ ആക്ടിവിറ്റി ഉള്ള ഒരാളെ തെരഞ്ഞെടുക്കുമ്പോൾ കുറച്ചെങ്കിലും ശ്രദ്ധിക്കേണ്ടതല്ലേ എന്നുള്ളതാണ്. ഇപ്പൊ ഈ ഒരു ഷാനിന്റെ ലൈവിന്റെ അടിയിലാണെങ്കിലും അതിനെ തുടർന്ന് നജില ഇട്ടിട്ടുള്ള വീഡിയോകളുടെ അടിയിലാണെങ്കിലും ആളുകളൊക്കെ നജില ഭയങ്കര സന്തോഷിച്ചു, നജില ഇതൊക്കെ അനുഭവിക്കേണ്ടതാണ്, നജിലിനെ തെരഞ്ഞെടുത്താലേ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പരിഹാസങ്ങളുണ്ട്. അതിനൊക്കെ അപ്പുറം ആ കുട്ടികളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ടേ? ആ കുട്ടികളുടെ ജീവൻ പോലും അപകടത്തിലുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഷാൻ ഈ ലൈവില് വളരെ ക്രൂരമായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇനി അവളുടെ അടുത്ത് ചെല്ലും, എനിക്ക് തോന്നുമ്പോൾ അവളുടെ അടുത്ത് ചെല്ലും, ഞാൻ അങ്ങനെ ചെയ്യും, ഉപദ്രവിക്കും, ഞാൻ കൊല്ലും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഈ കുട്ടികൾക്കും ബാധകല്ലേ? ഈ കുട്ടികളെ ഉപദ്രവിച്ചാല് കുട്ടികളൊക്കെ എന്ത് ചെയ്തിട്ടാണ്? എത്ര പാവങ്ങളാണ് ഈ കുട്ടികൾ എന്ന് പറയുന്നത്. ഈ കുട്ടികൾ സ്വന്തം മാതാപിതാക്കൾ ചെയ്യുന്ന തെറ്റിനെ അനുഭവിക്കുകയാണ്. ഈ കുട്ടികളുടെ എല്ലാവരുടെയും അച്ഛന്മാരും മരിച്ചു പോയതൊന്നും ആയിരിക്കില്ല, എല്ലാവരും കുറെ പേര് ഉപേക്ഷിച്ചു പോയതൊക്കെയാണെന്ന് തോന്നുന്നു. അവരൊന്നും ഇത് കാണുന്നില്ലേ? സ്വന്തം കുട്ടികളല്ലേ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്. നല്ലൊരു വീടുണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്, ഈ നജിലയുടെ ഉപ്പയും ഉമ്മയും കൂടെ നിൽക്കുന്നവരാണ്. അവരെ ഒന്നും വേണ്ടാന്ന് വെച്ചിട്ട് സ്വന്തം താല്പര്യത്തിനാണ് ഇതുപോലെ ഷാൻ എന്ന് പറയുന്ന ഒരു ക്രിമിനലിനെ സ്വീകരിച്ചത് എന്നുള്ളതാണ്. അപ്പൊ ഇത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ഇതിനെന്തെങ്കിലും ഒരു നിയമ നടപടി ഉണ്ടെങ്കിൽ ആ കുട്ടികളുടെ ജീവൻ വിചാരിച്ചിട്ടെങ്കിലും ആ കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതാണ്. ഈ നജില ഇതൊന്നും ചെയ്യും തോന്നുന്നില്ല. നജില കുറെ ലൈവ് ഇടും, കുറെ വീഡിയോ ചെയ്യും, ഷാൻ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു. 2 ദിവസം കഴിയുമ്പോൾ ഇക്ക തിരിച്ചു വന്നു, ഇക്കയും ഞാനും അങ്ങനെയായി ഇങ്ങനെ സ്നേഹമായി മറ്റു പറഞ്ഞിട്ട് കുറെ റീലും ഡാൻസും ഇടും എന്നുള്ളതാണ്. ജീവിതത്തിനെ കുറിച്ച് യാതൊരു ബോധവും ഇല്ലാത്ത, സ്വന്തം ജീവിതം മാത്രമല്ല കുട്ടികളുടെ ജീവൻ പോലും അപകടത്തിലാന്നുള്ള ബോധമില്ലാത്ത ഒരു സ്ത്രീയാണ് അവര്. അല്ലെങ്കിൽ ഒരു 3ഉം 4ഉം വിവാഹം കഴിക്കുമ്പോൾ അത് മുഴുവൻ പരാജയമാവുമ്പോൾ എന്താണ് ഇതിന്റെ യഥാർത്ഥ കാരണം, ബേസിക് ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇനി അങ്ങനത്തെ ഒരു ബന്ധത്തിൽ പോകണ്ട, അല്ലെങ്കിൽ എന്റെ ഭാഗത്തോ എന്തെങ്കിലും തെറ്റുണ്ടോ, ഇങ്ങനത്തെ ഒരു ബന്ധത്തിൽ ഇനി പോകണ്ട, ഈ കുട്ടികളെ കാര്യം നോക്കി ജീവിക്കാന്ന് ചിന്തിക്കില്ലേ? അല്ലെങ്കിൽ വീട്ടുകാർ പറയുന്ന കുറച്ചുകൂടെ എല്ലാം കൊണ്ടും നല്ലതായിട്ടുള്ള ബന്ധം തെരഞ്ഞുപിടിച്ച് ഇനി നിർബന്ധമാണ് വിവാഹം കഴിച്ചാൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നാണെങ്കിൽ അങ്ങനത്തെ ഒരു ബന്ധം തെരഞ്ഞുപിടിച്ച് ജീവിക്കില്ലേ വേണ്ടത്? അല്ലാതെ ഈ ഷാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ബസ് ഡ്രൈവർ ആണെന്ന് പറയുന്നു, മദ്യപിക്കുന്ന, നന്നായിട്ട് കുടിക്കുന്ന, ഫുൾ ടൈം കുടിക്കുന്ന ഒരു കുടിയനാണ്. അയാൾക്ക് ആദ്യം ഒരു ഭാര്യ ഉണ്ടായിരുന്നു. ആ ഭാര്യ അസുഖബാധിതയായിട്ട് കിടപ്പിലായപ്പോൾ ആ ഭാര്യയെ ഉപേക്ഷിച്ചിട്ടാണ് അയാൾ ഈ നജിലയെ വിവാഹം കഴിച്ചിട്ടുള്ളത്. അതിലൊരു കുട്ടിയുണ്ട് തോന്നുന്നു. അപ്പൊ അതൊക്കെ അന്ന് ഈ നജില വളരെ നല്ലതായിട്ടാണ് പറഞ്ഞത്. ആ താത്താന്റെ സമ്മതത്തോടു കൂടിയാണ് ഷാനിനെ വിവാഹം കഴിച്ചത്, ആ താത്തയ്ക്ക് ഒന്നും പറ്റില്ല എന്നൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഇനി ഇവർ ഇതേപോലെ തന്നെ വീഡിയോ ആയിട്ട് ഞാനും ഷാനും നന്നായി, ഷാന ഇനി അങ്ങനെ കുടിക്കില്ല എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ തമ്മിൽ അങ്ങനെ സ്നേഹമാണ്, സ്നേഹിച്ച ഷാന് ചങ്ക് പറിച്ചു തരുന്നൊക്കെയുള്ള ഡയലോഗ് പറഞ്ഞ് ഇനിയും വരും. ഇതൊന്നും അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. ഇതിനൊക്കെ എന്തെങ്കിലും നിയമ നടപടി എടുക്കാൻ ആരെങ്കിലും ഇത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ഇത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ നിയമം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ സ്വമേധയെ അവരുടെയൊക്കെ പേരിൽ കേസെടുക്കേണ്ടതും ആ കുട്ടികളെ സുരക്ഷിതമാക്കേണ്ടതുമാണ് എന്നുള്ളതാണ്. ഈ കുട്ടികൾക്ക് സുരക്ഷിതമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ നജിലയുടെ തന്നെ ഏതെങ്കിലും ബന്ധുക്കൾക്ക് അത് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ, ഉപ്പയ്ക്കോ ഉമ്മയ്ക്കോ ബ്രദറിനോ ആർക്കെങ്കിലും ഏറ്റെടുക്കാൻ ആ കുട്ടികളെ പറ്റുവെച്ചാൽ അവരെ ഏൽപ്പിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് യഥാർത്ഥത്തിലൊരു അച്ഛനുണ്ടാവില്ലേ, ആ അച്ഛനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നജിലയുടെ ജീവനും വില ഉണ്ട്. നജില ഗർഭിണിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഒരു കള്ളുടിയൻ വന്നിട്ട് സ്ഥിരമായിട്ട് ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ ലൈവ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ആ ലൈവ് ഈ വീഡിയോയിൽ ഇട്ടിട്ട് ഈ ചാനൽ നാറ്റിക്കാൻ യാതൊരു താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. അത്രയും വൃത്തികെട്ട ഡയലോഗുകളാണ് ആ ലൈവിലൂടെ അയാൾ പറയുന്നത്. നമ്മൾ പറയും കുടിച്ചോണ്ട് പറയുന്നതല്ലേ പാവം, കുടിച്ചില്ലെങ്കിൽ എന്തൊരു നല്ല സ്നേഹം. നജിലയും പറയാറുണ്ട്, കുടിച്ചു കഴിയുമ്പോൾ പുറത്തു വരുന്നത് യഥാർത്ഥ സ്വഭാവത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. അയാളുടെ ഉള്ളിൽ ഉറങ്ങി കിടക്കുന്ന ക്രിമിനലാണ് ആ കുടിച്ചു കഴിയുമ്പോൾ പുറത്തു വന്ന് കാണിച്ചു തന്നത് നമുക്ക്. അപ്പൊ ഇത് ഏറ്റവും ആരെങ്കിലും ഇത് ഈ വീഡിയോ നിയമപരമായിട്ടുള്ള സഹായം ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റെപ്പ് എടുക്കാന്നേ പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി.